നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റമേറെ. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ടിനിച്ചേട്ടാ, അൻപിച്ചുകൊണ്ടുണ്ടോ. നമസ്കാരം. സുഖങ്ങളൊക്കെ തന്നെ. നമുക്ക് കൊടുങ്ങല്ലൂരിന്ന് മതിലകത്തുനിന്ന് കുടുംബശ്രീ ചേച്ചിമാര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. അവരുടെ ചെറുതുകളുണ്ട്. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. ചിത്തൻ ചേട്ടനുണ്ട്, ദീപു ഉണ്ട്, ശ്രീജു ഉണ്ട്. നല്ല കൈഡി. എന്തോ ചെയ്യാനാണെന്ന് പറ. ബാക്കിയുള്ള ഒരു പി എസ് സി കോച്ചിങ് സെന്റർ തുടങ്ങിയിട്ടിട്ട് ഇവിടെ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് പേരും കിട്ടി, ജോലിയും കിട്ടി പോയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് ആകെ ചീത്തപ്പേരെന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ടെണ്ണമാണ്. സമയത്ത് വരെയില്ല, പഠിക്കുകയില്ല. 5-6 വർഷമായി, ഏജ് ഓവറായി. ഇന്നെങ്കിലും സമയത്ത് വരുമെന്ന് വെച്ചാൽ ഇന്നും വന്നിട്ടില്ല. ഇതൊക്കെ വേണമെങ്കിൽ കയറി വരട്ടെ. മേ ഐ നോ കമ്മിങ് സർ. വാ 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 വാ. ഒരു സംശയം ചോദിച്ചോട്ടാ. എന്താ സാർ? ഈ പി എസ് സി ക്ലാസ് അല്ലാതെ നീ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നുണ്ടോ? എങ്ങനെ മനസ്സിലായി? നിന്റെ ഫസ്റ്റ് സംഭവത്തിൽ തന്നെ ഞാൻ പിടിച്ചു. പിന്നെ എടാ, ഞാനൊരു കാര്യം പറയാം. സമയം എത്രയായി? സമയം വാച്ച് സാറിന്റെ കയ്യിലുണ്ടല്ലോ. 10:30 മണിയായി. ഇത് എത്ര മണിക്ക് തുറക്കുന്നത്? 9:30. 9 മണിക്ക്. ഹലോ, 1.5 മണിക്കൂർ താമസിച്ച്. എടാ, ജീവിതത്തിൽ പി എസ് സി ക്ലാസ്സിന് വരുമ്പോ പഞ്ച്വാലിറ്റി വേണം, മനസ്സിലായി? അതുപോലെ ടെസ്റ്റിന് പോകുമ്പോഴും നമ്മുടെ കൂടെ പഞ്ച്വാലിറ്റി ഉണ്ടാവണം. അത് പിന്നെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എന്ത്? അവര് ജോലിക്ക് പോയിരിക്കല്ലേ? ആര്? മഞ്ജുവാന്റി. മഞ്ജുവാന്റി അല്ലടാ, പഞ്ച്വാലിറ്റി. കൃത്യനിഷ്ഠ പാലിക്കണമെന്ന്. കൃത്യനിഷ്ഠ. ആ, ജീവിതത്തില് ഈ പഠിക്കാൻ താല്പര്യം വരരുത് ഇങ്ങോട്ട്. സാറേ, എനിക്ക് വാശി ഉണ്ട് സാറേ. എനിക്ക് വാശി ഉള്ളത് മാത്രമാണ് ഞാൻ ഈ PSC കോച്ചിങ് സെന്ററിൽ വന്നറിയാവോ. എനിക്ക് സർക്കാർ ജോലി എങ്ങനെയും വായിക്കണം. എന്തിന്? സംഭവം വേറെ ഒന്നുമല്ല സാറേ. ഞാൻ മേശിരി പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കൺട്രാക്ട് എന്നെ അടുത്ത് എന്നും വഴക്ക് പറയും. നീ പറ്റത്തില്ലെങ്കിൽ വേറെ പോടാ, നീ എന്തിനാണ് എവിടെ കിടന്ന് കറങ്ങണ, നിനക്ക് ആവശ്യത്തിന് ചെറിയ വിദ്യാഭ്യാസം ഒക്കെ ഇല്ലടാ എന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ച് എങ്ങനെയെങ്കിലും സർക്കാർ ജോലി മേടിക്കണം. എനിക്ക് വീട് വെക്കുമ്പോഴത്തേക്ക് ആ കൺട്രാക്ടിന് ആ വീട്ടിന്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി എനിക്ക് 2 പറയണം സാറേ. എടാ, അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം ലിസ്റ്റിൽ പേര് വരണം. ഉണ്ട്, ലിസ്റ്റിൽ പേരുണ്ട്. ഏത് ലിസ്റ്റില്? ഗുണ്ടാ ലിസ്റ്റിൽ. ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള യാവനെങ്കിലും PSC വഴി ജോലി കിട്ടൂടാ? ഉണ്ട്. അത് ഗുണ്ടാ ലിസ്റ്റിൽ പേരുള്ള PSC വഴി ജോലി കിട്ടൂല. അതൊന്നും കുഴപ്പമില്ല, എന്റെ മാമ എല്ലാം ഒതുക്കി തീർത്തോളും. മാമ അത്ര സെറ്റപ്പ്. പിന്നെ മാമൻ ഭയങ്കര സംഭവമില്ലേ? മാമ എവിടെ ഇപ്പൊ? മാമൻ എന്ന് പറഞ്ഞ മാമ ജയിലില്. ജയിലില്ല? ഓ, എന്തിന്? മാമ വീടിന്റെ അപ്പുറത്തുള്ള ജലജേച്ചി ഒതുക്കാൻ നോക്കി, അങ്ങനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ഇപ്പൊ ഏതോ ഒരു സെല്ലിന്റെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുകയാണ്. എടാ, ഇന്നത്തെ കാലത്ത് ഈ PSC വഴി ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാ. പക്ഷെ കിട്ടിയ കളയെളുപ്പോ. അതെങ്ങനെ സാറേ? എടാ, നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കും, നമ്മൾ മനസാക്ഷിയുടെ പുറത്ത് സങ്കടം കൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും. അപ്പൊ അർഹതയില്ലാതെ ഈ സർക്കാർ ജോലി ഇരിക്കുന്ന ചിലരുണ്ടല്ലോ, അവര് അതിന്റെ താഴെ വന്ന് ഒരുമാതിരി ഓഞ്ഞ കമന്റ് അങ്ങിടും, ആ ജോലി അങ്ങ് പോകും. അതുകൊണ്ടാ പറയുന്നത് കിട്ടാൻ പാടാ, കളയാൻ ഭയങ്കര എളുപ്പമാണെന്ന്. അതെ, കിട്ടിയ ഒരെണ്ണം പറ്റിച്ചു കൊടുക്കാൻ വേണമല്ലേ സാറേ? അതൊക്കെ പിന്നെ കൊടുക്കുക. അതവിടെ നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പഠിക്കാൻ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വേറെ മറ്റേ ആളെ ഞാൻ ശ്രദ്ധിച്ചില്ല. അറിയാലോ സാറേ, എനിക്ക് പഠിത്തം ജീവിതം അത് മാത്രമേ എനിക്ക് ഉള്ളതാവട്ടെ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ സാർ? എവിടെ പോണ്? അയ്യോ, ക്ലാസ് കഴിഞ്ഞു പോയി. എങ്ങോട്ട് പോണത്? സുജയ്, എന്ത് സുജയ് താമസിച്ചത്? അത് വിട്ടേര് സാറേ. എങ്ങനെ വിടും? 9 മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങേണ്ടല്ലേ? 10:30 മണിയായി. സുജയ് എന്ത് താമസിച്ചത്? വേണ്ട സാർ, സാർ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. സുജയ് വീട്ടിൽ നിന്ന് പഠിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി 10:30 മണിയായിട്ട് ഇവിടെ എത്തിയില്ല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ലേ? സാറേ, ഞാൻ എന്നും വീട്ടിൽ നിന്ന് ബസ്സിനാണല്ലോ വരുന്നത്. ബസ്സിന് വരുമ്പോ ആ ബസ്സിലെ കണ്ടക്ടർ എന്നോട് വേണ്ട സാറേ കണ്ടക്ടർ കാര്യം പറ സുജയ്. ആ കണ്ടക്ടർ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, ടിക്കറ്റ് എടുക്കാൻ. പിന്നെ ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടേ? എന്റെ പട്ടി എടുക്കും. ഞാൻ ചുമ്മാ ഫ്രീലാൻസ് ആയിട്ട് എപ്പോഴും വന്നോണ്ടിരുന്നു. ഒറ്റടി വീഴും. സുജയ്, നിങ്ങൾക്ക് വന്നിട്ട് കളിച്ചിട്ട് പോകാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടുന്ന് ഒരുപാട് പേര് ജോലി കിട്ടി പോയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുമാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇത് സത്രമല്ല. ഇത് മാത്രമല്ല, ഇത് പഠിക്കുന്ന ബുക്കാണ്. ബുക്കിന്റെ കാര്യമല്ല പറയും, സത്രമല്ല. ചുമ്മാ കയറി ഇറങ്ങിട്ട് പോയി വന്നാ പഠിക്കണം. അത് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വരാൻ നിൽക്കരുത്. മനസ്സിലായ? സാറേ, അത് പെൺകുട്ടിയല്ലേ? പെൺകുട്ടി അങ്ങനെ പറയാൻ പാടില്ല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് ഏതൊരു എത്തുന്നറിയോ? നമുക്ക് 2 പേർക്കും ജോലി കിട്ടൂല. എന്റെ ഒരു അപ്പോഴത്തെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അത് ഞാൻ സംസാരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. സുജയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. ഇല്ല.
സാരി ഉടുത്തോണ്ട് വന്ന് എന്തെങ്കിലും കോനാമ്പിച്ച് കാണിച്ചാൽ കയറി പോകുന്ന ഒരു ധാരണ പലർക്കും ഉണ്ട്. അത് തെറ്റാണ്. അതുകൊണ്ട് സുജ ആദ്യം മനസ്സിലാക്കാനുള്ളത് വന്നിരുന്ന് അന്തസ്സായിട്ട് പഠിച്ച് ലിസ്റ്റിൽ പേര് കിട്ടി ഒരു ജോലി വാങ്ങിക്കണം. ഞാൻ മേടിക്കും സാറേ. ഞാൻ ലിസ്റ്റിൽ പേര് വന്ന ജോലി കിട്ടട്ടെ. ഞാൻ കല്യാണം അതിന്റെ ശബദമാണത്. അതാണ് ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കുന്നുള്ള സുജയുടെ ശബദം എനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇരി സാറേ, എനിക്കൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരാഗ്രഹം സാറേ. എന്ത്? സുമേഷിനെ ഇവിടെ PVC പൈപ്പ് നമ്മൾ പഠിക്കാൻ വരുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അങ്ങനെ പഠിക്കാൻ വരണം അവന് ആഗ്രഹം. അവൻ വരട്ടെ അവൻ വരണം. അവനെ ഞാൻ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം. സുജ ഇനി ടെസ്റ്റ് ഒന്നും എഴുതണ്ട. അതെന്നെ അപ്പൊ എനിക്ക് ജോലി വേണ്ടേ? ജോലി ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇത് അവിടെ കൊണ്ട് കാണിച്ചാൽ ജോലി. ഈ കമ്പനി കൊണ്ട് കാണിച്ചാൽ മതി. ജോലി കിട്ടും. നീയൊക്കെ ഇവിടെ വന്ന് മെനക്കെടുന്നതിനെ കണ്ടിട്ട് അവിടെ പോ. അവിടെ 10 ജോലി സാറേ, എനിക്ക് പഠിച്ചൊരു ജോലി മേടിക്കണം സാറ്. ഇരി ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എല്ലാരും വന്നാ ക്ലാസ് ഒക്കെ തുടങ്ങാം. പിന്നെ ഒരുപാട് ജോലി ഇപ്പം സർക്കാർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ കൂടെ കേൾക്കാനാണ് പറയുന്നത്. ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. KSRTC വിളിക്കുന്നുണ്ട്. ആരും കേറണില്ല, വിളിച്ച് കേട്ടെ. അങ്ങനെയല്ല പറഞ്ഞത്. KSRTCയിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അങ്ങനെ പറ. എന്റെ ഭഗവാനെ, KSRTCയിലെങ്കിലും എനിക്ക് കണ്ടക്ടറായിട്ട് ജോലി കിട്ടണേ. KSRTCയിലെങ്കിലും എനിക്ക് ജോലി കിട്ടണേന്ന്. ശരി സാറേ, ഞാൻ പോയിട്ട് ഓടി വരാം. എവിടെ പോണ്? KSRTC വിളിക്കുന്നു. ഇത് പോണ പോക്കേ ബസ്സിൽ കയറാൻ പോകാനല്ലേ, സ്റ്റാൻഡിൽ നിൽക്കാൻ പോകാൻ പോലെയാണല്ലോ പോണത്. വന്നില്ല KSRTCയിൽ നല്ല രീതിക്ക് ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി പറ്റാം. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, ഈ KSRTCയിൽ എനിക്ക് കണ്ടക്ടറായിട്ട് ജോലി കിട്ടിയെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോ എനിക്കൊരു പൂക്കൊച്ചള വരത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ഈ കോച്ചിങ് സെന്ററിന്റെ പ്രത്യേകത എന്തുവാ? നമ്മൾ പഠിപ്പിച്ച് വിടുന്ന വിദ്യാർത്ഥി ഏത് തസ്തികയിലാണോ ജോലി ചെയ്യുന്നത് ആ തസ്തികയിലേക്കുള്ള ട്രെയിനിങ് ഇവിടുന്നല്ലേ കൊടുത്തു വിടുന്നത്. മറ്റേ പ്രാക്ടിക്കുണ്ടോ? എല്ലാം ഉണ്ട്. അയ്യോ, കൊച്ചിനിപ്പോ എന്താ സംശയം? എനിക്ക് സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുന്ന ബസ്സാണല്ലോ. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ബാലൻസ് കിട്ടത്തില്ലല്ലോ. ഓടുന്ന ബസ്സിൽ എങ്ങനെ ടിക്കറ്റ് കയറി കൊടുക്കും ഞങ്ങള്? സാർ, അത് ഉള്ളതാണ് കേട്ടോ സംഭവം. ആണുങ്ങൾക്ക് എങ്ങനെ ഓടി ഓടിക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കറക്റ്റാ. അത് അത്രേ ഉള്ളൂ. നീ ഇവിടെ വന്നില്ല. ഇതാരാ സാറേ? ഇതാണ് ബസിന്റെ നടുക്കുള്ള വലിയ കമ്പി. കൊച്ചിങ്ങോട്ട് വാ. തിരിഞ്ഞാ ചാരിയില്ല അങ്ങോട്ട്. കമ്പിയെ ചാരി ടിക്കറ്റ് കയറാൻ പറ്റില്ല. അപ്പടി ഞാൻ യാത്രക്കാരെ നിർത്തിയിട്ടേക്കണ ബസ്സല്ലത്, ഓടുന്ന ബസ്സാണ്. കുലിഞ്ഞൊക്കെ നില്ലും. ഇയാൾ ആവശ്യമില്ലാതെ എല്ലാ കട്ടറയിലും കൊണ്ടിടുന്നുണ്ട്. നാട്ടിലെ റോഡല്ലേ ചെറുതപ്പോ കുലിങ്ങി എന്നൊക്കെ ഇരിക്കും. ടിക്കറ്റ് ഇതാ, എനിക്കൊരു കാക്കനാട്. ചെറിയുള്ളൂ. അതാണ് ഞാൻ ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. KSRTCയിൽ ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാഭമാണ്. അപ്പൊ പഠിക്കണം. നല്ല രീതിക്ക് പഠിച്ച് ജോലി വാങ്ങിക്കുന്ന കല്യാണമൊക്കെ കഴിക്കണം. സാറേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കുറെ നേരമായിട്ട് കമ്പി അടിക്കണം. ഞാനാണ് സഹായിച്ചത്. ഞാനാണ് അവിടെ ചാരി. ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം. നീ ഇവിടെ വന്നിട്ട് തർക്കിക്കാനല്ല പറഞ്ഞത്. പിന്നെ പോലീസ് വിളിക്കുന്നുണ്ട്. പോലീസ് വിളിക്കണമെങ്കിൽ പറ്റിയല്ലോ ആയിരിക്കും കൊണ്ടുവന്നാടാ. ഇല്ലെങ്കിൽ സമൻസ് ആവും, നിങ്ങൾക്ക് വാറണ്ടാവും. അതല്ല പറഞ്ഞത്. പോലീസിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോലീസ് ആവാൻ. സാറാ, പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ബിവറേജ് വരെ ഒന്ന് പോയിട്ട് വട്ടാ. എന്തായാലും ചിലപ്പോൾ എനിക്ക് ബിവറേജ് ജോലി കിട്ടും. അപ്പൊ കുപ്പി എടുക്കുന്നത് എങ്ങനെയാണെന്നും ബില്ല് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഒന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്നാലും ഫൈൻ എടുക്കാൻ പോണം നീ സമ്മതിക്കരുത്. ക്ലാസ് തുടങ്ങാം. പിന്നെ ക്ലാസ് അങ്ങോട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എവിടെ പോയി കിടക്കണ എഴുതി വെച്ചിരുന്നേ. ഞാൻ വിചാരിച്ചു പെട്ടത്. ഓക്കെ, 10 ചോദ്യമാണേ. ലോകാത്ഭുതങ്ങൾ എത്ര? 32. പല്ലിന്റെ എണ്ണം അല്ല ചോദിച്ചത്. പല്ലിന്റെ എണ്ണം ഇളിക്കാനല്ല പറഞ്ഞത്. എത്ര ലോകാത്ഭുതം ഉണ്ടെന്ന് പറ. അത് എത്ര എന്ന് പറയുമ്പോഴത്തേ അത് 7 അറിയാല്ല. പിന്നെ എന്തിനാ എന്റെ അടുത്തോട്ട് വരുന്നത്? 7. അതിൽ ഇന്ത്യയിലുള്ള ലോകാത്ഭുതമാണ് താജ്മഹൽ. എന്റെ പൊന്നെ, ഞാൻ വിദേശത്തെങ്ങും പോയിട്ടില്ലെന്ന്. അപ്പൊ ഈ താജ്മഹലിന്റെ പ്രത്യേകത അറിയാമോ? ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിഞ്ഞൊരു പ്രണയ സൂക്തമാണ് താജ്മഹൽ. സൂത്രമല്ല, സൂക്തമാണ് താജ്മഹൽ എന്ന്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഉണ്ടാക്കിയ ആരുടെയും പേര് ഒരു ചരിത്രങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അടങ്കല് പണി. ഇത് യോമാർ ആരും ഉറച്ചു നിൽക്കൂല. ഒരാഴ്ച പണിക്കൊരു പിന്നെ വരൂല. അങ്ങനെ എന്തോ വന്നിട്ട്
കൊടുത്തിരുന്നെങ്കിൽ എല്ലാ ദിവസവും മന്ത്രിയിലേക്ക് അവന്മാരെ പേര് അതിനകത്ത് വരും. അത് വരും. പാലുകാച്ചിന്റെ അന്ന് ഇവർക്ക് ഒരു മൂടി ഷർട്ടും കിട്ടും, 500 രൂപ കിട്ടില്ലായിരുന്നു. ഒറ്റ ഒരെണ്ണം അടുത്തുണ്ടല്ല. എടാ ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഷാജഹാൻ, മുംതാസ്, താജ്മഹൽ, ആഗ്ര. അതിങ്ങനെ വരും. അത് ഓർത്ത് വെച്ചരാ കേട്ടാ. രണ്ടാമത്തെ ചോദ്യം നോട്ട് ചെയ്തോ. ഇതൊക്കെ വരും കേട്ടോ. അത് കൃത്യമായിട്ട് വരും. ചരിഞ്ഞ ഗോപുരത്തിന്റെ പ്രത്യേകത എന്താണ്? അത് തൂക്കാട്ടിട്ട് കാണൂല, ചരിഞ്ഞു പോകും. അത് അതിന്റെ കുഴപ്പമാണ്. അത് ഇത് ഒന്നൊരു ഊടായിപ്പ് പണിയാണ്. പക്ഷെ ഇനി സമയമുണ്ട്, വേണമെങ്കിൽ അത് ശരിയാക്കാൻ നമ്മൾ ആളുണ്ട്. 1173 മണലും കളിമണ്ണും ഉള്ളത് കൊണ്ടാണ് അത് ചരിഞ്ഞു പോയത്. പണി കഴിപ്പിച്ച 1173 ഇതിനൊക്കെ എങ്ങനെ പഠിപ്പിച്ചെടുക്കാൻ ഞാൻ ഉണ്ട്. അത് നല്ല ചോദ്യം. അടുത്തത് ചാർമിനാർ. ചാർമിനാർ വലിക്കരുത് എന്റെ പൊന്നപ്പി. ചുമച്ച് എന്റെ ഊപ്പാട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പനാമ. നമ്മൾ അച്ഛനൊക്കെ പനാമയുടെ ആളാണ്. എടാ ചാർമിനാർ എന്ന് പറഞ്ഞ ഇന്ത്യയിലുള്ള സംഭവമാണെന്ന്. അത് ഉണ്ടാക്കി വെച്ചത് 1591. അപ്പൊ ചാർമിനാർ 1591 എഴുത്. എനിക്ക് ദേഷ്യപ്പെടുത്തുണ്ട് കേട്ടാ. ഞാൻ ഇതെല്ലാം കൂടെ വലിച്ചു കയറി ഞാൻ അടുപ്പിച്ചിട്ട് പണിക്ക് പോകും. ഞാൻ ഒരു നേരം രണ്ടും കൂടെ തുടങ്ങിയിട്ട്. എന്തുവാ സാറേ ഇങ്ങനെയൊക്കെ? ഇന്നത്തെ കാര്യം പോട്ട്. ഇന്നലെ പഠിപ്പിച്ചല്ലോ ഓർമ്മയുണ്ടോ? കുറച്ച്. എന്നാ നിന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം. സിമ്പിൾ ചോദ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷം? സുജയ് ഇന്നലെ പഠിപ്പിച്ചല്ലേ സുജയ്? ഞാൻ പറയാം സാർ. എനക്കറിയാന്നറിയാം. നീ പറ. എന്റെ അമ്മേ സുജയ് എന്ത് സുജയ്? വീട്ടിൽ പോയി ബുക്ക് തുറന്നു നോക്ക് സുജയ്. സാറേ എത്ര? 1947. 1947 പഠിപ്പിച്ചെടുത്തു. കൊച്ചെ 1947 സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയാമോ? അറിയാം. പിന്നെ സാറിന് നിന്ന് കരയുന്നത് നിന്നൊക്കെ പഠിപ്പിക്കേണ്ടി വന്നല്ലോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. രണ്ടാമത്തെ ചോദ്യം. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? വിടാൻ ഉദ്ദേശമില്ലല്ലേ? അല്ല നമുക്ക് കേരളത്തിൽ ഞാൻ പറയാം സാർ. നിനക്കറിയാലോ. നീ എവിടെ ഇരിക്കേ? വടക്കേ അറ്റം തൊട്ട് ഇവിടെ അറ്റം ഏതൊക്കെയോ അറ്റം കൂട്ടി 14 അറിയാലോ. പിന്നെന്തിനാ? വീട്ടിൽ പോയി ബുക്ക് തുറന്നു നോക്ക്. കേരളത്തിന്റെ തലസ്ഥാനമെങ്കിലും എവിടെയെന്ന് പറ. ആലപ്പുഴ വണ്ടാനം ആശുപത്രി ഉണ്ടപ്പോ അമ്മയാണ് ഞാൻ ആലോചിച്ച അന്നേ മറന്നുപോയി. ഞാൻ പറയാം സാർ. നിനക്കറിയാം. നീ എവിടെ ഇരി. തിരുവനന്തപുരം. ഇനി മറന്നുപോയി. ഇല്ല ഞാൻ എഴുതാം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? അതെങ്കിലും ഒഴിവാക്കിക്കൂടെ എന്നിൽ നിന്ന്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയെങ്കിലും പറ. ഞാൻ പറയാം സാർ. പറയും. നേരം കൊണ്ട് അവൻ പറയില്ല. നീ പറ. മൂങ്ങ. നിന്റെ അമ്മമ്മേടെ തേങ്ങ. മൂങ്ങ. എടാ മലമുഴക്കി വേഴാമ്പൽ. ഇതൊന്നും അറിഞ്ഞുകൂടാതെ എനിക്ക് നിന്നൊക്കെ പഠിപ്പിച്ച മടുത്ത്. ബാക്കിയുള്ള ഇവിടെ കിടന്ന് നട്ടം തിരിയാണ്. നിനക്കൊക്കെ ബോധമുണ്ട്. ഇവിടെ ഒരു മിനിറ്റ് പറയടി. വീട്ടിൽ വന്നിട്ട് അടക്കിയിടാം. നീ സമാധാനപ്പെടും. ഇയാള് കാരണമാ ഒരെണ്ണം പോലും പഠിച്ചിട്ട് വരാതെ പിന്നെ ഒരെണ്ണം പണിച്ച് ഇയാള് ഞാൻ പണയുന്നില്ല. പോ എന്ത് നീ എക്സാം സെന്റർ എവിടെയാണ് വെക്കണം? ഞാൻ തീരുമാനിച്ചില്ല. കണ്ണൂര് വൈ. കണ്ണൂര് വെച്ചാൽ അങ്ങനെ എക്സാം എഴുതാൻ പോകും. കണ്ണൂര് വെക്കണമെന്നല്ല, കണ്ണൂരിൽ വെക്കാനാണ് പറഞ്ഞത്. നമുക്ക് എന്നിട്ട് ട്രെയിൻ വിളിച്ചു പോകുന്നു. അവിടെ ചെല്ലുന്നു, റൂം എടുക്കുന്നു, എന്തിന്? പരീക്ഷ എഴുതുന്നു, അടിച്ചു പൊളിക്കുന്നു. എന്ത് പറയുന്നു? അതെ നമ്മൾ കണ്ണൂര് നമ്മൾ എക്സാം എഴുതാൻ പോവും, അല്ലാതെ ഹണിമൂൺ ട്രിപ്പിന് പോവല്ല. അതെ അത് തന്നെ. എന്തായാലും നീ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടോ? ഉദ്ദേശമുണ്ട്. ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുള്ളൂ. നമ്മൾ രണ്ടും ഒരുമിച്ച് പരീക്ഷ എഴുതുകയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എന്തായാലും ചിലപ്പം ജോലി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോടി സുജാതെ. ഈ സ്ഥാപനത്തിന് ഇതുവരെ ഒരു ചീത്തപ്പേരില്ല. നീയൊക്കെ കൂടി ഇതാ വീട്ടിൽ പേപ്പർ കാണാനില്ലേ, എവിടെ എഴുതി വെച്ചാൽ ബാക്കി കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഇല്ല സാർ. പിന്നെ ഞാൻ ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ ഇവിടെ എന്താ രണ്ടും കൂടെ? ഒന്നുമില്ല, ഞങ്ങൾ പഠിക്കുക. PSC ഞങ്ങൾ പഠിച്ചു വെച്ചേക്ക്. എന്നാ പുതിയ ചോദ്യങ്ങൾ തരാം. പുതിയ നമുക്ക് യുദ്ധത്തെ പറ്റി സംസാരിക്കാം. യുദ്ധം. സുജാതെ, 2ാം ലോക മഹായുദ്ധം നടന്ന വർഷം? 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. അല്ല പിന്നെ 2ാം ലോക മഹായുദ്ധം എടുത്ത് ആദ്യം അടിക്കാൻ പറ്റൂ? 1ാം ലോകം കഴിഞ്ഞാലേ 2ാം ലോകം ഉണ്ടാക്കാൻ പറ്റൂ. അതിന്റെ വർഷം പറ. വർഷം എന്ന് പറയുമ്പം 1800 അത്ര മുതൽ 1800 ഇത്ര വരെ. എങ്ങനെ കറക്റ്റ് ആയിരിക്കും? 1800 ഇത്ര മുതൽ 1800 അത്ര വരെ. വന്നിരുന്നെഴുത് 1939 മുതൽ 1945 വരെയാണ് യുദ്ധം നടന്നത്. ആദ്യം പറഞ്ഞു തന്നെ ഞാൻ എഴുതിയല്ലോ. നീ പറ. 1ാം ലോക മഹായുദ്ധം നടന്ന വർഷം പറ. 1ാം ലോക മഹായുദ്ധം 1900 ഇത്ര മുതൽ. അവള് പറഞ്ഞ അത്രയില്ല, അതിന്റെ ഇടയ്ക്ക് വെച്ച് നിർത്തി. അതെന്ത് കാര്യം? അവര് ഒത്തീർപ്പായി. ഒറ്റ ഒരെണ്ണം എഴുതണം. 1914 മുതൽ 1945
18 വരെ 14, 18 ഇത് കൃത്യമായിട്ടും ചോദിക്കും. എഴുതാം. കൃത്യമായിട്ട് എഴുതണം. പഠിച്ചോളാം. ജോലി കിട്ടണ്ടേ നിങ്ങൾക്ക്? കിട്ടണം, വേണം. അടുത്തത് ഡേവിഡ് റിക്കാർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ അത്? യോ, എനിക്കറിയാം, ഞങ്ങളുടെ പള്ളിയിൽ റെക്കോർഡ് ഇടുന്ന. അത് ഡേവിഡ്, അതല്ല. ഇത് ബാർട്ടർ സമ്പ്രദായം ഉണ്ടാക്കിയ ആളാണ് ഡേവിഡ് റിക്കാർഡ്. ബാർട്ടർ സമ്പ്രദായം എന്തെന്ന് അറിയാമോ? എന്താ അത്? കാശില്ലല്ലോ അന്നത്തെ കാലത്ത്. അപ്പൊ എന്റെ ഇരിക്കുന്ന ചക്ക ഞാൻ നിനക്ക് കൊണ്ട് തന്നിട്ട് നിന്റെ ഇരിക്കുന്ന ചേന ഞാൻ വാങ്ങിച്ചോണ്ടങ്ങ് പോകും. ഇതാണ് ബാർട്ടർ സമ്പ്രദായം. മനസ്സിലായ സംഭവം? ഇല്ല. എടീ, സംഭവം വേറെ ഒന്നുമല്ല. കൊടുക്കൽ വാങ്ങൽ സംഭവം. ഞാൻ നിനക്കൊരു ഉമ്മായിരുന്നു, നീ ലിപ് ലോക്ക് ആയി തിരിച്ചു തരുന്നു. അവൻ സൈഡ് വാരെ കേറാൻ നോക്കോ അവൻ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോ. ഞാനും പോണം. മടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ച്. അതെന്ത് വർത്താനോ സാറേ പറ. സാർ അങ്ങനെ പോയാലും അങ്ങനെ ശരിയാകും? എന്താ പോയാല്? സാറാണ് ആദ്യം ഈ ട്യൂട്ടോറിയൽ വന്ന് ട്യൂഷൻ തുടങ്ങിയത് ഞങ്ങൾ. അപ്പൊ സാറ് തന്നെ ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്കൂള്, ട്യൂട്ടോറി, PSC ക്ലാസ്, ഇതിലൊക്കെ വിദ്യാർത്ഥികൾ വന്നും പോയി നിൽക്കും. അപ്പൊ അതിന് ക്ലൈമാക്സ് ഇല്ല, സെക്കൻഡ് പാർട്ടേ ഉള്ളൂ. പിന്നെന്തുവാ? അതായത് തുടരും. ഇത് വീണ്ടും തുടരും. അതെ, അത് കൊള്ളാം. നല്ല കൈയടി, നല്ല സ്കിറ്റായിരുന്നു. ബിജുക്കുട്ടൻ ചേട്ടാ, ക്ലാസ് ശ്രദ്ധിക്ക്. നന്നായിരുന്നട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ചിത്തൻ്റെ ഒക്കെ വിളയാട്ടം കണ്ടിട്ട് കുറേ നാളായി. ചിത്തനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ആറാടി. ഈ പറഞ്ഞോട്ട് ദീപു നന്നായിട്ടുണ്ട് കേട്ടാ. ദീപു അടിപൊളിയായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സാധാരണ നമ്മൾ സീറ്റ് വീട്ടിൽ വന്നാലും കണ്ടക്ടറൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മളെവിടെയെങ്കിലും ചാരി അങ്ങനെ കോമഡി കണ്ടിട്ടുണ്ട്. പക്ഷേ ബസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അതൊരു പെണ്ണ് കണ്ടക്ടറിനെ പഠിപ്പിക്കുന്ന രീതി, അത് ഞാൻ പൊട്ടിച്ചിരിച്ചു പോട്ടോ. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ശ്രീജു പതിവ് പോലെ തന്നെ ശ്രീജുവിൻ്റെ എന്താ പൊസിഷൻ എന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് തന്നെ അതൊരു വ്യത്യാസം പോലും ഇല്ലാതെ അത് കറക്റ്റായിട്ട് അളന്ന് കുറിച്ച് നമ്മൾ അവതരിപ്പിക്കുന്ന ആളാണ്. എന്ത് പോർഷനായാലും അത് ശ്രീജു കറക്റ്റായിട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 3 പേരും നന്നായിരുന്നു. കാരണം എടുത്ത തൊട്ട് കറക്റ്റായിരുന്നു. അതൊരു നല്ല രസമുണ്ടായിരുന്നു. കാരണം എന്ത് തമാശകളും പറയാനും അതുപോലെ തന്നെ ആ പറഞ്ഞതെല്ലാം നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ക്ലാസ് റൂം പോലെ വന്ന് ആ ഒരു ആവർത്തന വിരസത വരുമെന്നുള്ളത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ഈ പറഞ്ഞ പോലെ തന്നെ 2ാം വരവിന് വേണ്ടിയിട്ടുള്ളതിനാണോ ഇനി കിട്ടാഞ്ഞിട്ടാണോ അവിടെ വെച്ച് അവസാനിപ്പിച്ചത്? എനിക്ക് 2ാം വരവിനുള്ള സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വേണം 2ാം വരവ് വരാൻ. അതൊരു വരവായിരിക്കണം അത് 2ാം വരവ് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. അവർ 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഗംഭീരാക്കണം ഈ സ്കിറ്റ് കേട്ടാ. ഓക്കെ, താങ്ക് യു. നസീർക്ക, നന്നായിരുന്നു, രസമുണ്ടായിരുന്നു. ഇതിലിപ്പം ചിരി മാത്രമല്ല കേട്ടോ, കുറച്ച് ക്ലാസ് എടുക്കുന്നതാണെങ്കിൽ അതിൽ കുറേ ചിന്തിക്കാനും കുറേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടി ഉണ്ട്. ചില അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് തമാശയുടെ ഒരു എലമെന്റ് കുറഞ്ഞത്. ചിലതിൽ മാത്രം അത് കാരണങ്ങൾ മാത്രമായിപ്പോയി. ബാക്കി ചിലതിൽ നല്ല ചിരിക്കാനുണ്ട്. അതേപോലെ തന്നെ 3 പേരും നല്ല വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ചിത്തൻ്റെ മനസ്സിന് ഒരു സന്തോഷമേ. ഫീമെയിൽ വേഷം കെട്ടി ഒന്ന് അറിഞ്ഞങ്ങോട്ട് ആടിയപ്പോൾ ഒരു മനസ്സിന് ഭയങ്കര തൃപ്തിയായി. അതേപോലെ തന്നെ ശ്രീജു ഒരു മനസ്സിലൊരു ഭയോ ഒരു പേടിയോ ഒരു ഇതും എല്ലാം ഉണ്ടായിരുന്നോ? മൊത്തത്തിൽ എല്ലാം ഫാസ്റ്റായിട്ട് നല്ല റേഞ്ചിൽ ചൂടായി നിന്നാണ് കളിച്ചോണ്ടിരുന്നത്. അത് അതിന്റെ ഇടയ്ക്ക് ആ പേപ്പറേ അവിടെ ആണ് ശ്രീജുവിന്റെ സംഭവം. അതിന്റെ ഇടയ്ക്ക് ഒരു പേന ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേന ഞാൻ അടുത്ത് പോക്കറ്റ് ഇട്ട് ഞാൻ മടക്കി വെച്ചപ്പോ മൊത്തം മാറിപ്പോ ചോദ്യങ്ങളായതുകൊണ്ട് അതൊന്ന് തപ്പിയപ്പം അത് ഇത് ടെലികാസ്റ്റ് വരുമ്പോ ഇയർ വല്ലതും തെറ്റിക്കഴിഞ്ഞാൽ കമന്റിൽ അതുകൊണ്ട് അത് കറക്റ്റ് എഴുതി വെച്ചിരുന്നത്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ വർഷമെല്ലാം കറക്റ്റ് വർഷം നമ്മൾ അത് ഗൂഗിൾ ചെയ്ത് എടുത്തിട്ട് ചെയ്ത സാധനം. അത് നമുക്കറിയാമല്ലോ. അത് നോക്കി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് നോക്കിയാണ്. അല്ല, അതാ പറഞ്ഞ പേപ്പർ. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. 3 പേരും നല്ല തകർത്ത് അഭിനയിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു തിരിച്ചുവരവാണ് നിങ്ങളുടേത്. ഇത് തന്നെ ആയിരിക്കണം മുമ്പോട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ ചിത്തന്റെ ഒക്കെ വൃത്തികേട് കണ്ടിട്ട് എത്ര ആലോചന. ഇതാരും ഉടുപ്പിച്ച് ഇത്ര ഭംഗിയായിട്ട് സാരി? കോസ്റ്റ്യൂമിലെ ചേച്ചിക്ക് ഒരു നല്ല കൈയുടെ നല്ല അതുപോലെ ത്രൂ ഔട്ട് എന്റർടൈൻമെന്റ് ആയിരുന്നു കേട്ടാ. ഇൻഫർമേഷനും ഉണ്ടായിരുന്നു, ഇൻഫർടൈൻമെന്റ് ആയിരുന്നു. അത് പറഞ്ഞ ഡേറ്റുകളൊക്കെ കറക്റ്റ് ആണല്ലോ. അല്ല, ഞാൻ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഡേറ്റുകളൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുള്ളത്. നിങ്ങളൊന്നും കൂടി ഓർപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാവരും ഓർപ്പിച്ചു. അപ്പോൾ ഏത് വിധത്തിൽ മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ചിരിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് യാതൊരു സംശയം. പിന്നെ എന്ത് കണ്ടാലും ചിരിക്കാൻ പറ്റിയ സംഭവം ചെറിയ എലമെന്റ് ആയാലും ആ പരിസരം നോക്കൂല. മരിച്ചു വീട്ടിലൊക്കെ പോയിട്ട് ചിരിച്ചിരുന്നു. അല്ല, നമുക്ക് ചിരിക്കാൻ കിട്ടുന്നത് വളരെ വിരളമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ. അത് നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? അതൊക്കെ ആസ്വദിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. അത് ആരുടെ മുമ്പിൽ ഞാൻ തുറന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലും തുറന്നു പറയുന്നത് എനിക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താങ്ക് യു. അപ്പോ കോച്ചിങ് സെന്ററിന്റെ മാർക്സ് ആ പൈസ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഓക്കെ. ആ ഞാനൊരു 16,000 രൂപ. 16,000 രൂപ. ചേട്ടാ ഞാനൊരു 15,000 രൂപ. അപ്പം 31,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ തിരികൊളുത്തി വിട്ട് കഴിഞ്ഞു. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. ഓക്കെ, ശ്രീജു നിന്ന് സമാധാനമായി. ഈ സമാധാനത്തിൽ പോവാ. അടുത്ത സ്കിറ്റ് വേണ്ടി വർക്ക് ചെയ്യുക. കാണാം. ബൈ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. അത് പെർഫോം ചെയ്യാനായിട്ട് ഇരിഞ്ഞാലക്കുട ഒരു സുന്ദരി കുട്ടി വരുന്നു. യങ് ടാലന്റഡ് ഗേൾ വരുന്നു. വിളിക്കട്ടെ? ഇത് ഐറ്റം വേറെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി ലെറ്റ്സ് വെൽക്കം ലിസി സണ്ണി ചേച്ചി. ഇതാണ് ഞാൻ പറഞ്ഞ യങ് ടാലന്റഡ് സുന്ദരിക്കുട്ടി. ഒരു നല്ല കൈയടി ചേച്ചി. പാട്ടൊക്കെ വൈറലായി. അതിന്റെ സന്തോഷത്തിൽ ദേ ഇവിടെ നമ്മുടെ കുടുംബത്ത് ഫ്ലവേഴ്സിലെത്തി. ഇത് ഐറ്റം വേറെയിലെത്തി. ഏത് പാട്ടായിരുന്നു പാടിയത്? തെച്ചിപ്പോയെ. ഹലോ, ഇരിഞ്ഞാലക്കുട അല്ലേ? ആദ്യമായിട്ടാണോ വീഡിയോ എടുത്ത് ഇത് ഇടുന്നത്? ഫസ്റ്റ് ടൈം ആണോ അത്? അത് അതിനു മുമ്പ് ഒന്നും ധാരാണോ ചെയ്തത്? ഫസ്റ്റ് വെഡിങ് റിസപ്ഷന് വേണ്ടിയിട്ട് പാടിയപ്പോ എൻ്റെ കസിൻസ് ആരോ എടുത്തിട്ട് ഇട്ടതാണ്. അല്ലെ പ്രൊഫഷണൽ ആയിട്ട് സിംഗർ ആണോ? അല്ല, ഞങ്ങളുടെ പള്ളിയില് കൊയറിൽ പാടുന്നുണ്ട്. അല്ലെ എന്താ ചേച്ചി വേറെ ജോലി ഉണ്ടോ? വേറെ ജോലി ഇല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. പള്ളിയിൽ പാടും. സെന്റ് മേരീസ് അസംപ്ഷൻ ചർച്ച് നടവരമ്പ്. ആ ഗ്യാപ്പിൽ കൂടെ ഫസ്റ്റ് ടൈം ആണോ ഈ കല്യാണത്തിന് പോയപ്പോ ആദ്യമായിട്ട് പാടുന്നത്? അതോ അതിനു മുമ്പ് വീട്ടിൽ പാടുവോ? അല്ലല്ല, ഞങ്ങളുടെ നാട്ടിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ പാടുന്ന അറിയണത് കൊണ്ട് പലരും വിളിക്കും. അല്ല, ഹസ്ബൻഡിന് എന്താ ജോലി? ആള് ഇലക്ട്രിക് കോൺട്രാക്ടർ. അദ്ദേഹം പാടുവോ? ഇല്ല. പക്ഷെ ഇവിടെ നിന്ന് പാടുന്ന വൈഫിനെ പ്രൗഡായിട്ട് നിന്ന് നോക്കുന്ന ഹസ്ബൻഡിനെ എനിക്ക് ഇവിടെ ചേട്ടൻ എന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ വളരെ സപ്പോർട്ടാണ്. അല്ല, അപ്പൊ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ചെറുപ്പം പോലെ പാടുവരുന്നില്ലേ? ചെറുപ്പം മുതൽ പള്ളിയിൽ പാടിയിരുന്നു. എന്നിട്ട് എന്താണ് പാട്ട് പഠിക്കാൻ? എന്താണ് അങ്ങനെ തോന്നിയില്ല. എന്താ അങ്ങനെ തോന്നാ? ഞാൻ പറഞ്ഞ തൃശ്ശൂര് ആയിരിക്കല കൂടാ. വാതിൽ
അടിപൊളി. ഉറക്കാത്ത അതിൽ പോലും തുറന്നു വരും. അല്ല ഇത് പള്ളിയിൽ പാടുന്നുണ്ടോ ഈ പാട്ട്? പള്ളിയിലെ കൊയറിന് പാടും? അത് പള്ളിയിൽ പാടാറില്ല. പാടാറില്ല അല്ലേ? യൂസഫ് അലി കേച്ചേരി സാർ എഴുതിയിരിക്കുന്നത്. ആ ഗ്യാപ്പിൽ ഗൂഗിൾ ചെയ്താ? ഇല്ല, ഞങ്ങൾ പണ്ട് പാടാറുണ്ട്. ഞാൻ ആ സിനിമയിലുണ്ടേ, അതുകൊണ്ടാണ്. കാരണം ഞാൻ ആ സിനിമയിൽ ഒരു പാട്ട് സീനിലുണ്ട്. അത് സിദ്ദിഖ് സാർ ഡയറക്ട് ചെയ്യുന്നതായിട്ടാണ്. അത് ഡയറക്ടറായിട്ട് തന്നെ പുള്ളി അഭിനയിച്ചു. സിദ്ദിഖായിട്ട് മമ്മി സെഞ്ചുറി. ആ പാട്ട് സീനില് റിമി രൂപ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അഭിനയിച്ചത്. ആ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ ഭാര്യയുടെ പേര് രൂപ എന്നാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. അല്ല റിമി, കാരണം ആദ്യമായിട്ടാണ് ഒരു നായികനെ കിട്ടിയിങ്ങനെ തൊട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. അപ്പൊ ആ ഫീൽ ഇപ്പോഴും മനസ്സിലുണ്ട്. അതൊക്കെ ആ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ. ആ സിനിമയിലെ ഏത് പാട്ട് കേട്ടാലും എനിക്ക് ആ ഫീൽ. അത് ഒരുപാട് വർഷത്തിന് മുമ്പല്ലേ കുറെ അല്ലേ? നമ്മള് മിമിക്രി കളിച്ചു പെട്ടെന്നൊരു വേഷം കിട്ടിയതാ. അടുത്ത പ്രാവശ്യം വൈസ്റ്റാർ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ജിനിച്ചേട്ടൻ. എന്നെ കണ്ടാ മനസ്സിലാവൂല കേട്ടോ അതിന്റെ അത്. എന്നാലും ടിനിച്ചേട്ടൻ, എന്നിട്ട് ടിനിച്ചേട്ടൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കും. സണ്ണിച്ചായനെന്ന് വിളിച്ചാലോ? ഭാര്യയുടെ സന്തോഷത്തിന് സ്വപ്നങ്ങൾക്ക് വേണ്ടി ഭ്രാന്തനെ പോലെയല്ല ഡോക്ടർ സണ്ണി. ഒരുപാട് സ്നേഹത്തോടെ അക്ഷമനായിരിക്കുന്ന ഭർത്താവിനെ വിളിക്കാം. സണ്ണി അങ്കിൾ ഓടിവാ. സന്തോഷ ഉന്മ. ഒറ്റ ചോദ്യം, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ് ആയിരുന്നോ? അതെ. ഈ പെണ്ണ് കാണാൻ ആലോചിച്ച് ഉണ്ടാക്കി തന്ന ആളാണ്. പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്തെങ്കിലും പാട്ട് പാടി കൊടുക്കുകയോ പഴയ കാരണവന്മാരൊക്കെ ഒന്ന് മാർക്ക് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടാവും പറഞ്ഞ് മാറ്റി വിട്ടപ്പോൾ ഇരുന്ന് എന്തെങ്കിലും പാട്ട് പാടി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും? പാട്ട് പാടൂന്ന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട് എപ്പോഴാണ് ചേട്ടൻ ആദ്യത്തെ പാട്ട് പാടി കൊടുത്തത്? 39 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അന്നൊന്നും ഇങ്ങനത്തെ ഇല്ല. ജോലി LIC-യിലാണോ? അല്ല, ഇലക്ട്രിക് കോൺട്രാക്ടർ. പിന്നത്തെ എന്തിനു വേണ്ടിയിട്ടും ആ വർക്ക് കളഞ്ഞ് ഞങ്ങൾ വരും. നീ എന്താണ് LIC ആണെന്ന് ചോദിച്ചെന്താ? അല്ല ഈ കോസ്റ്റ്യൂം അങ്ങനെയാണ്. അല്ല ഇപ്പൊ ഓൺലൈനിലൊക്കെ ട്രെയിനിങ് ഉണ്ട്, പുറത്തൊന്നും പോകണ്ട. അതിലിരുന്നിട്ട് സ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗുണം ചെയ്യും. സാർ ഒരു കാര്യം പറയും, എനിക്ക് ഇങ്ങനെ തൊണ്ടയിലൊരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ടേ കഴിഞ്ഞ മാസം അഡ്മിറ്റ് ആക്ഷനായിരുന്നു ഒരാഴ്ച. അപ്പം വല്ലാതെ പേടിച്ചു പോയി. ദൈവാനുഗ്രഹം മാത്രമാണ് ഞാനിന്ന് പോടാൻ കാരണം. ദൈവാനുഗ്രഹം മാത്രം. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പാടുന്നത്? അതെ, ഇത്ര വലിയ വേദിയിൽ ആദ്യമായിട്ടാ. അതാണ് ചാനലിന്റെ അന്ന് കയറിയപ്പോൾ സണ്ണിയങ്ങളുടെ ആ കെട്ടിപ്പടുത്തണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ വേദിയിൽ നിന്ന് പാടുന്ന കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല ഒരുപാട് വീട്ടമ്മമാർ ഇതുപോലെ കഴിവുള്ളവരുണ്ട്, പക്ഷെ ഇതുപോലുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ചേട്ടന്റെ മാത്രം പ്രോത്സാഹനം കൊണ്ട് ഞാനിപ്പോ പാടണം. ഇപ്പോഴും സണ്ണിയങ്ങൾ ഒരു വലിയ കൈഡി കൊടുക്കാം. എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഞങ്ങളുടെ ബാച്ച് മാറ്റ്സ് കുട്ടികൾ എന്ന് പറയാം, വയസ്സായാലും കുട്ടികളാണ്. അപ്പൊ അവര് എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട 2-3 ആൾക്കാർ പേര്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഷൺമുഖൻ. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേരെന്തുവാ? ഞങ്ങളുടെ 83 ബാച്ച്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തരും. 83 ബാച്ചിന് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹായ്. അപ്പൊ എന്തായാലും സന്തോഷം. അതെ, നമുക്ക് ഒത്തിരി സന്തോഷം. അവരൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ഒത്തിരി ടെക്നോളജി ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മുടെ കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ, പഠിക്കാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരു നല്ല കൈഡി. നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് കാണാൻ പറ്റട്ടെ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റമേറുടെ ടീം കോട്ടയം. നസീർക്ക, വിഷ്ണു ഉണ്ട്, ബാസിനുണ്ട്, അമലില്ല, പകരം അഭിലാഷാണ്. ഒരു നല്ല കൈഡി. അടിപൊളി. പാട്ട് ജസ്റ്റ് ഒന്ന് നിർത്തണം. ഹലോ ചെക്ക്. ഹലോ ചെക്ക്. ഇരിക്കാതെ കാര്യം പറയാം. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാനും എന്റെ ചേട്ടായും സംഘടിപ്പിക്കുന്ന ഞങ്ങളുടെ ഈ ചാച്ചിയുടെ 70ാം പിറന്നാൾ ആഘോഷങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, മ്യൂസിക്. ആരാടാ ഇവിടെ കേറ്ററിംഗ് ഇടപാട് ചെയ്തേക്കുന്നത്? ഞാൻ. നീയാണോ? എനിക്ക് അത് അന്നേരം മനസ്സിലായി. അവിടെ നിന്ന് ചിക്കൻ കറി എടുത്ത് ഞാൻ കളഞ്ഞു. എടാ അതിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ത്? കേടായ ചിക്കൻ എന്ന്. ചിക്കൻ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് സെറ്റിംഗ് ഒന്നും ശരിയല്ല. എടാ ഞാൻ നോക്കിയപ്പോൾ ഒരു ടോർച്ച് നടറ മേളോട്ട് അടിച്ചു വെച്ചേക്കും. മറ്റവനെ അത് സ്പോട്ട് ലൈറ്റ് ആകാശം അടിക്കാനുള്ളത്. ആകാശത്തിന്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ടോ? ഈ താഴെയല്ലേ വെട്ടം കണ്ട് ഇവിടോട്ട് അടിക്കാൻ പറ. കാശാനല്ലേ മടക്കുന്നത്? ഇത് എന്റെ തെറ്റാ. ആകാശവാണി കണ്ടോടുന്നതിനെ പിടിച്ച് പരിപാടി ചെയ്യാൻ പോയി എന്റെ മാത്രം തെറ്റാ. അയ്യോ ഡാ, എന്തുവാ തപ്പുന്നേ? എന്റെ ഫോൺ കാണുന്നില്ലടാ. വിളിച്ചു നോക്ക്. ഫോണേ
പോണേ പോണേ. എടാ കാണിക്കാൻ വഞ്ചി നിന്നോടാണോ ഞാൻ പറഞ്ഞേ? പിന്നെ എന്റെ ഈ ഫോൺ എടുത്ത് വിളിച്ചു നോക്കാനല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ എങ്ങനെയും വിളിച്ചോളാം. എങ്ങനെയും ഞാൻ ഫോൺ കണ്ടുപിടിച്ചു. ഇവിടെ പരക്കെ ഒരു സംഭാഷണം നടക്കുന്നു. എന്തുവാ? ഇവിടെ സീരിയൽ നടൻ വരുന്നെന്ന് കിഷോർ വർമ്മ. ആരാ ഇത്? പറഞ്ഞു വന്നേ ചേട്ടായി. നമ്മുടെ ഇച്ചാച്ചിയുടെ അന്ത്യാഭിലാഷാണ് മരിക്കാൻ മുമ്പ് സീരിയൽ നടൻ കിഷോർ വർമ്മയെ കാണുക എന്നുള്ളത്. എടാ, അതാ ഞാൻ ചോദിച്ചത് ആരായിവനെന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറ. ഈ സീരിയൽ വർമ്മ കിഷോർ വർമ്മയെ കാണുന്നുള്ളത് നമ്മുടെ ഇച്ചാച്ചിയുടെ അന്ത്യാഭിലാഷമാണ്. ഇന്ന് വൈകുന്നേരം പിറന്നാൾ കഴിഞ്ഞ് ഇച്ചാച്ചി നമ്മുടെ രണ്ടുപേരെ വലിയ സ്വത്ത് തരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പുള്ളി ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടൊരു സഹായം ചെയ്യണ്ടേ? അതുകൊണ്ട് സീരിയൽ നടൻ കിഷോർ വർമ്മയെ ഞാൻ കൊണ്ടിരുന്നു. ഇച്ചാച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നു. സ്വത്ത് മൊത്തം നമ്മുടെ വരി എഴുതുക. ഞാൻ ഈ സീരിയൽ ഒന്നും കാണാത്തതുകൊണ്ട് എനിക്ക് ഇവന്മാരെ ഒന്നും അറിയത്തില്ല. നിങ്ങൾ കൂടുതലൊന്നും പറയുന്നു വേണ്ട. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വട്ടക്കായൽ നീന്തിയ കിഷോർ വർമ്മയെ കൊണ്ടിരുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ണടച്ച് നിന്ന് തന്നാൽ മാത്രം മതി. മതിയല്ലോ, അത് ഞാൻ ഏറ്റു. ചേട്ടാ ഞാനിത് പ്രതീക്ഷിച്ചായിരുന്നു. ആരേലും എന്തേലും പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്തോണ. അയ്യോ ഇവിടെ ആരും ഇല്ലേ? ആരാത്? അയ്യോ കിഷോർ വർമ്മ. കിഷോർ വർമ്മ കയ്യിൽ ഷൂസ് ഒക്കെ ആയിട്ട് തലയിലിട്ടിട്ട് കേറിയില്ല, അതുകൊണ്ട് കൈ പിടിച്ചോണ്ട് പോയി. അയ്യോ പുള്ളി പറഞ്ഞില്ലേ തലയിട്ടിട്ട് കയറില്ല, അതുകൊണ്ടാണ് കയ്യിൽ പോരാൻ പറ്റവനെ. എടാ, ഈ വട്ടക്കായൽ നീന്തി കയറി വരാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് നിനക്കറിയാവോ? കിഷോർ വർമ്മ അങ്ങനത്തെ വർത്താനം പറയരുത്. നല്ലൊന്നാന്തരം വണ്ടി ഞാൻ അറേഞ്ച് ചെയ്ത് തന്നതാണ്. വണ്ടി 2 വള്ളം കൂട്ടിക്കെട്ടിട്ട് യവ അതിന്റെ നടുക്ക് എന്നെ കൊണ്ട് നിർത്തി. ആ സമയത്ത് സ്കൂളിൽ നിന്ന് ടൂറിന് പോയ പിള്ളേർ എന്നെ കണ്ടിട്ട് പറയോ ആണ്ട വള്ളത്തിന് ഇറക്കും ഒരു നീർക്കാക്ക നിൽക്കുന്നത്. അത് പിള്ളേരില്ലേ ഒരു തമാശ പറഞ്ഞതായിരിക്കും. തമാശയോ? ഇൻഡസ്ട്രി എങ്ങാനും പറഞ്ഞോണ്ടല്ലോ. അതിനോട് വല്ലായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. എടാ, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അയ്യോ അത് വേറൊന്നുമല്ല. എന്റെ ഇച്ചാച്ചി ഒന്ന് കാണണം. എങ്ങനെ ഇരിക്കുന്നു? ഈ 10-30,000 രൂപ മുടക്കി ഇവ എന്നെ വിളിച്ചു വരുത്തിയത് അവന്റെ ഇച്ഛിച്ച് കാണാനായിട്ട്. എന്റെ ഇച്ചാച്ചി കാണാൻ പറഞ്ഞ നല്ല പറഞ്ഞേ. എന്റെ ഇച്ചാച്ചി ഒന്ന് കാണണം. എന്റെ ഇച്ചാച്ചി നിങ്ങളെന്ന് പറഞ്ഞാൽ ചാകും. ഓ, അതങ്ങനെയാണല്ലോ. ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. ഏതാ ഈ പഴയ സിനിമയിലെ ചേരാം? അയ്യോ പുള്ളിയെ മനസ്സിലായില്ലേ? എന്റെ ചേട്ടായി പ്രശസ്ത സിനിമാ സംവിധായകൻ കുണ്ടറ സണ്ണി. കുണ്ടറ സണ്ണി സാറോ? യെസ് സാർ. സാർ എന്നെ മനസ്സിലായോ സാർ? ഇല്ല, മനസ്സിലായി. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. എന്റെ ബത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഒറാങ്കുട്ടന്റെ അളിയൻ ഇല്ല. വെള്ളിക്കിണ്ടിയിലെ പെള്ളരിപ്രാവ് എന്ന് പറയുന്ന സിനിമ ഇല്ല. പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചു? സാർ ഒരിക്കലും വിചാരിച്ചു കാണില്ല. സാറിന്റെ മുന്നിൽ നീണ്ട 10 വർഷത്തിന് ശേഷം ഒരു നെടുന്തൂണ് പോലെ ഞാൻ വന്ന് നിൽക്കുവന്ന്. ഇല്ല, ഒരുപക്ഷെ എന്റെ തുട കണ്ടാൽ ചിലപ്പോൾ സാറിന് മനസ്സിലാവുമായിരിക്കും. നിങ്ങൾ എന്റെ സിനിമയിൽ തുടക്കി ഡൂപ്പിട്ടിട്ടുണ്ട്. അതിനങ്ങനെ ചോദിച്ചത്? പിന്നെന്താ കറുത്തപ്പാട്? അയ്യോ, അത് സാറിന്റെ വീട്ടിൽ ചാൻസ് ചോദിച്ചോണ്ടപ്പോ സാറ് പട്ടിയെ വിട്ട് കടിപ്പിച്ച പാടാ. അപ്പുറത്തെ ആ വലിയ പാടോ? അത് ഡയറക്ടർ അമൽ നീര സാറ് ചട്ടം കൊണ്ട് പൊളിച്ചതാ. ഒരു ചട്ടകം വെച്ച് പൊളിച്ചോ ഇത്രയും വലിയ പാടോ? അല്ല, പുള്ളി സ്ലോ മോഷൻ സിനിമയുടെ ആളല്ലേ, ചട്ടകം വെച്ചിട്ട് പിറ്റേന്ന് എടുത്തത്. വൈശാഖിന്റെ പുലിപുര സെറ്റി പോകാൻ കാര്യമായി. പുലിയെ വിട്ട് കടിപ്പിച്ചാണ്. വിട്ട് കടിപ്പിച്ചാണ് സ്നേഹത്തോടെ പെരുമാറ. സാർ, സാറിനോട് ഞാൻ കാണുമ്പോൾ ചോദിക്കായിരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സാറിന്റെ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും ഫ്രണ്ടിൽ ഒരു ചുട്ട പറങ്ങാണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിയിൽ പാവന സ്മരണയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ സാർ? അയ്യോ ചുട്ട പറങ്ങാണ്ടിയല്ല, ഞങ്ങളുടെ അപ്പാപ്പൻ കുണ്ടറ ജോയി. ഒന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വെക്കാൻ കേട്ടോ, ഇല്ല പിള്ളേർ രാത്രി കിടന്ന് പേടിക്കും കേട്ടോ. അടുത്ത തവണ ആയിക്കോട്ടെ, ശരി. ഈ കിൻഡർ ജോയ് എന്ത് ചെയ്യുന്നു? കിൻഡർ ജോയ് അല്ല, കുണ്ടറ ജോയ്. ഓ എന്റെ ദൈവമേ, എന്നാ ഈ പുള്ളി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പാപ്പൻ മരിച്ചുപോയി. എങ്ങനെ? അപ്പാപ്പൻ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. ഏത് തേനീച്ചക്കൂട്ടിലെ? തേനീച്ചക്കൂട്ടിലെ അല്ല, റാണി എന്ന് പറഞ്ഞു. റാണി എന്നാണോ പറഞ്ഞ? പ്രമാണി എന്നല്ലേ പറഞ്ഞേ? കണ്ടിന്യൂ. അപ്പാപ്പന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നിറഞ്ഞ സദസ്സിന് മുമ്പിൽ പോയി പാട്ട് പാടുക എന്നുള്ളത്. എന്നിട്ടോ? കഴിഞ്ഞ തൃക്കുന്നപ്പുഴ അമ്പലത്തിന് ഉത്സവത്തിനെന്ന് അപ്പാപ്പൻ അങ്ങനെ പാട്ട് പാടാൻ ഒരു അവസരം ലഭിച്ചു. എന്നിട്ടോ? അപ്പാപ്പൻ സ്റ്റേജിൽ കയറി കഷ്ടം പൊങ്ങിയത് ഫ്രണ്ടിൽ ഒരു ഒറ്റ ഈച്ച പോലും ഇല്ല. അപ്പാപ്പൻ ചമ്മി. ഈ ചമ്മൽ അപ്പാപ്പൻ നേരെ ഒരു പൊട്ടക്കനിലെടുത്ത് ചാടി 2 പ്രാവശ്യം ചമ്മിച്ചത്തു. അതെങ്ങനെയാണോ ഒരാൾ 2 തവണ ചമ്മിച്ചാവുന്നത്? അത് ഈ പുള്ളിക്കാരൻ ചാടിയ കിണറ്റി വെള്ളമില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ 2 പ്രാവശ്യം ചമ്മിച്ചത്തു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ എനിക്ക് എന്റെ കുടുംബത്തിനോട് എന്നെ ബഹുമാനം തോന്നുന്നു. പിന്നെ എന്റെ അച്ഛൻ ഡൂപ്പായിരുന്നു. അപ്പൊ ഒറിജിനല് പോരാൻ പറ്റവനെ അല്ല, സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു. മാഫിയ സസാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു ദിവസം തമിഴ് സിനിമയുടെ ലൊക്കേഷൻ പുലിയായിട്ടുള്ള ഫൈറ്റ് സീൻ. സാറ് വിളിച്ചു ചോദിച്ചു, യാതൊക്കെ இந்த പുലിയുമായിട്ട് ഫൈറ്റ് പണ്ണതെക്കുന്നു. തമിഴ് അറിയാത്ത എന്റെ അച്ഛൻ കൈവക്കി പറഞ്ഞു, ഞാനിരുക്കെ ഇങ്ങ ഫൈറ്റ് പണ്ണതെക്കുന്നു. എന്നിട്ടെന്തുവാ പിറ്റേ ദിവസം പുലിയുടെ കൂട്ടിൽ നിന്ന് അച്ഛന്റെ എല്ലും മുള്ളും ഒക്കെ പെറുക്കി വർക്കലെ കൊണ്ട് ഒഴുകേണ്ടി വന്നു. മിസ്റ്റർ കിഷോർ വർമ്മ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞങ്ങളുടെ ഇച്ചാച്ചി നിങ്ങൾ പറഞ്ഞാൽ മരിക്കും. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇച്ചാച്ചി നിങ്ങൾ പറഞ്ഞാൽ മരിക്കുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഇന്ന് ഇച്ചാച്ചി സ്വത്തുകൾ എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇച്ചാച്ചിയെ കാണിക്കുന്നു, ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കുന്നു, സ്വത്ത് മൊത്തം ഞങ്ങളുടെ വരി എഴുതി മേടിക്കുന്നു. ഇത്രേ ഉള്ളൂ. ആനൊക്കെ പേടിച്ചു. ഇത് ഞാൻ ചെയ്തു തരാലോ. അപ്പൊ ഞാൻ പോയിട്ട് അല്ല പോവല്ലേ. പിന്നെ കരിമീൻ പൊള്ളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് കഴിക്കുന്നതുകൊണ്ട് ഇച്ചാച്ചി കാണും. ഇൻഡസ്ട്രി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. എന്ത് കരിമീൻ പൊള്ളിച്ചു? അല്ലടാ, എടാ ആദ്യം വർക്ക് പിന്നെ ഫുഡ്. ഇൻഡസ്ട്രി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. അറിയിക്കാരുന്നാ പോരെ.
ജസ്റ്റ് അറിഞ്ഞാ പ്രശ്നമാവും. എന്റെ ഹോൾഡ് ആഹാ എന്തൊരു കിടപ്പായത്. അപ്പാപ്പോ അപ്പാപ്പോ ഇതാരാ വന്നിരിക്കുന്ന നോക്ക്. അപ്പാപ്പൻ കാണാൻ കാത്തിരുന്ന കിണ്ടി സീരിയലിലെ നായകൻ കിഷോർ വർമ്മ. എന്റെ കിഷോർ വർമ്മ. അപ്പാപ്പ അനക്കില്ലല്ലോ. അപ്പാപ്പ അപ്പ അപ്പ അപ്പോ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. ഇപ്പൊ പോകാൻ പറ്റില്ല. ഞാൻ പറ്റത്തില്ല. ഇപ്പഴാ നിന്റെ വില എനിക്ക് മനസ്സിലായത്. ഇതുവരെ സത്യം പറഞ്ഞ ആ കളവന്റെ വായിന്ന് ഇങ്ങനെ ഒരു സ്നേഹ സംഭാഷണം ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് നീ കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി സന്തോഷമായിട്ട് പോയാ മതി. അല്ല എനിക്ക് പോയിട്ട് ആവശ്യമുണ്ട്. അങ്ങനെങ്കിലേ ഞാൻ മറന്നുപോയി, അക്കാര്യം മറന്നുപോയി. അതെ, ഈ കേക്കും ഫുഡും ഒക്കെ എനിക്ക് പാഴ്സൽ തന്നാ മതി. വേണ്ട വേണ്ട വേണ്ട, നിന്നെ തീറ്റിച്ചിട്ടാ ഞങ്ങൾ വിടും. ഒരു സീരിയൽ നടന്റെ അഥവാ ഇന്ന് കാണുമല്ലോ ഞാൻ. ഇച്ചാച്ചി 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 ഇറങ്ങുന്നില്ലല്ലോ. ഇച്ചാച്ചി ഇച്ചാച്ചി എന്താണ് എന്റെ ഇച്ചാച്ചി ചെയ്തേ? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ ചെന്ന് അപ്പാപ്പ ഒന്ന് വിളിച്ചപ്പോ പുള്ളി കിറി പാലാള കറണ്ട് പോലെ ഇങ്ങനെ വെച്ചിട്ട് അനങ്ങാതിരുന്ന് ഞാൻ കൊല്ലാൻ നോക്കി. ഞാനോ ഇൻഡസ്ട്രി എങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. നിന്റെ ഇൻഡസ്ട്രി അറിഞ്ഞ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രി അറിഞ്ഞ എന്താവാൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഇല്ല മനുഷ്യരല്ലേ, പറഞ്ഞാ മനസ്സിലാക്കാതിരിക്കാൻ പറ്റുമല്ലേ. ഞാൻ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു പറവാ. എന്താ അവിടെ ഒരു കുഴി? കൊക്ക ആണോ? അവിടെ എന്താ ആണല്ലേ ബെറ്റ് കിടക്കുന്നത്. ഇപ്പൊ പുറകിലെന്താ? കടലും കായലും കൂടി ചേരും സ്ഥലം. ഫ്രണ്ടിലോ? കായൽ. എന്നാ പിന്നെ ആ ആകാശം കൂടെ പൊട്ടിച്ചിടാത്ത എന്ത്? നീ ആകാശം പൊട്ടിയിടാതെ എന്റെ ശരിയാക്കാനായിട്ട് അപ്പൊ എന്നെ കിടയായി കിടക്കുന്ന ജീവിയോ? എനിക്കൊന്നും അറിയണ്ട. എന്റെ ഇച്ചാച്ചി റെഡിയാക്കില്ല, നിന്നെ വിളിട്ട് ഞാൻ കൊത്തി നോക്കും. അവൻ പറഞ്ഞാ ചെയ്യും. ഉറപ്പാന്നു? ഉറപ്പാ. തക്കുടി വാവേ. നിന്റെ അച്ചാച്ചി എന്ന് പറഞ്ഞ എന്റെ കൂടെ അച്ചാച്ചി അല്ലേ? ഞാനപ്പോ ശരിയാക്കാതിരിക്കാൻ പറ്റുമോ? എടാ നീ ഇച്ചാച്ചി ഇറക്കൊണ്ട് വേണം. എന്റെ ദൈവമേ. എന്റെ ദൈവമേ, എഴുന്നേറ്റേ. താൻ എന്തിനാണോ എന്റെ സീരിയൽ ഇങ്ങനെ കിടന്ന് കാണുന്നത്? എന്റെ വീട്ടുകാർ പോലും എന്റെ സീരിയൽ കാണത്തില്ലല്ലോ. പിന്നെ താൻ എന്തിനാ എന്നെ കണ്ട ഇങ്ങനെ കിട്ടുന്നത്? എഴുന്നേറ്റ്. തന്റെ രാട്ട മക്കൾ അവിടെ ഇപ്പൊ ഉണ്ട്. എന്നെ കണ്ട് എന്തായടാ എന്തായടാ? ഞങ്ങളും ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. എന്റെ ഇച്ചാച്ചി റെഡിയാക്കി താടാ. ഈ ഇച്ചാച്ചിനെ ശരിയാക്കി നിങ്ങൾ എന്തോണ്ടാക്കാനാ? എടാ മറ്റവൻ എന്നോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞാണോ പുള്ളി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ രണ്ടുപേരും വലിയ സ്വത്തെടുത്തരാന്ന് പറഞ്ഞ. ഇനി ആര് വന്ന് ആധാരത്തിൽ ഒപ്പിട്ട് തരും? ഇത്രയുള്ള വിഷയം. ഇത്രയുള്ള വിഷയം. എടാ നീയൊക്കെ എന്റെ നാട്ടിൽ വന്ന് തിരക്കടാ. കള്ളയൊപ്പ് കിഷോർ ആരാന്ന്? കള്ളയൊപ്പ് കിഷോർ ഇല്ലേ? ഇയാളെ SLC ബുക്കോ ചെക്കോ ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം. അങ്ങനെയാന്ന് എന്റെ ഒരു ചെക്കരിപ്പുണ്ട്. നീ കൊണ്ട് ഇതിനാണ് മനുഷ്യർ ഇങ്ങനെ കടന്നു. ഇത് നോക്കി ഒപ്പിട്ടാ മതി. ഈ 2 വരയില് പല്ലുമുട്ട പോലത്തെ സാധനം ഇടാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇത് അവിടുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒപ്പിട്ടോണ്ട് വരുമായിരുന്നു. ചുമ്മാ ആവശ്യമില്ല. ഞാനിത് ഒപ്പിട്ട് തരാം. ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. വലിയറിയാത്ത വല്യമ്മയുടെ സെറ്റിൽ നിന്നോ എന്നെ മാറ്റിയെന്നോ? പകരം പച്ചാളം ചെയ്തു നായകൻ. ഓക്കെ, വിഷയമില്ല. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. എന്തുവാ? ഞാൻ നായകനാവായിരുന്ന വലുതെറിയാത്ത വല്യമ്മയിൽ നിന്ന് എന്നെ മാറ്റി. പകരം പച്ചാള ചെയ്തു നായകൻ. എല്ലാത്തിനും ഈ മാൻഡ്രക്ക കാരണം. അത് മാൻഡ്രക്കല്ല, ഞങ്ങളുടെ ഇച്ചാച്ചി. എന്റെ ജീവനം നേർത്ത ഇച്ചിച്ചി. ഇച്ചാച്ചിക്ക് ഒരു നല്ല കൈയടി. വിജയക്കുട്ടൻ ചേട്ടാ. അഭിലാഷേ, വിഷ്ണു, ബാസ്റ്റ്യൻ, നല്ല കളർഫുള്ളായിരുന്നു ബാക്ക്ഗ്രൗണ്ട് കാണാൻ. തമാശകൾ ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒട്ടും തമാശകൾ ഉണ്ടായിരുന്നില്ല. ബർത്ത്ഡേ ഒക്കെ നമ്മൾ ഒരുപാട് സ്കിറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് നമ്മൾ കണ്ടാക്കണം. അത്യാവശ്യം നന്നായിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് ഡ്യൂറേഷൻ അങ്ങോട്ട് കൂട്ടുകയെന്നല്ലാതെ അതിനകത്ത് എന്താ പറയുക, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ തമാശ, അത് വളരെ കുറവായിരുന്നുള്ളതാണ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്. അടുത്ത പ്രാവശ്യം ഗ്രാൻഡ് ആക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക. അല്ല, ഒരു മത്സരമാകുമ്പം എല്ലാ പ്രാവശ്യവും നമുക്കല്ലേ 50, 75 ഒന്നും ഒക്കെ വാങ്ങിക്കാൻ പറ്റുമല്ലേ? ചില സമയങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കാം. പക്ഷേ ഈ സ്ക്രിപ്റ്റിന് നിങ്ങൾ ഒട്ടും മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാര്യം നിങ്ങളുടെ അധ്വാനം അതിൽ കണ്ടില്ല. ഈ സ്റ്റേജിന് എന്താ വേണ്ടെന്ന് അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഒരുപാട് പറയാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത പ്രാവശ്യം മാറ്റിയെടുക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ നെഗറ്റിവിറ്റി പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്.
എന്ന് കരുതിയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അത് പറയാതിരിക്കാനും പറ്റില്ല. നമ്മുടെ ഒരു ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്. നമ്മൾ കഷ്ടപ്പെടണം. കഷ്ടപ്പെടേണ്ടത് സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ പാടത്ത് പോയിട്ട് കിളച്ചിട്ട് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വരിക. നമ്മൾ കഷ്ടപ്പെടേണ്ടത് നമ്മുടെ ഈ സ്കിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അതിലൊരു കഷ്ടപ്പാട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കളിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടെങ്കിലാണല്ലോ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്ന പോലെ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. മാർക്സ്? ഞാൻ 2000 രൂപ. 2000 രൂപ. ചേട്ടാ? ഞാനും ഒരു 3000 രൂപ. 5000 രൂപ. നസീർക്ക? അവര് നന്നാവുക നേരത്തെ പ്രാവശ്യം താണ്ട് കിടക്കുന്നു. 15000 രൂപ. കുറേ 75 1 അടിച്ചപ്പോൾ ചെറിയ കണ്ണ് കിട്ടിയാന്ന് വിചാരിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് തിരിച്ച് വരണം. അപ്പോ ഒരുപാട് ചിരിക്കാനുള്ള സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.